ട്രാൻസ്മിഷൻ മീഡിയ അതിൽ നമ്മൾ 2 ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൈഡഡ് മീഡിയ ആൻഡ് അൺഗൈഡഡ് മീഡിയ. അതിൽ ഗൈഡഡ് മീഡിയ എന്താണെന്ന് നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് അൺഗൈഡഡ് മീഡിയ ആണ്. അൺഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത്തരം കമ്മ്യൂണിക്കേഷനെ നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. എന്നാൽ ഗൈഡഡ് മീഡിയ ആണെങ്കിൽ വയേർഡ് കമ്മ്യൂണിക്കേഷനും ആണ്. അതായത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അൺഗൈഡഡ് മീഡിയ വെച്ച് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ കണ്ടക്ടറിൻ്റെ ആവശ്യമില്ല. കാരണം അത് വയർലെസ് ആണ്, ഫ്രീ സ്പേസിലൂടെയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ റിസീവിങ് ക്യാപ്പബിലിറ്റി ഉള്ള ഏതൊരു ഡിവൈസിന് വേണമെങ്കിലും സെൻഡ് ചെയ്ത സിഗ്നൽ റിസീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് അൺഗൈഡഡ് മീഡിയേൻ്റെ പ്രത്യേകത. ദെൻ അൺഗൈഡഡ് സിഗ്നൽസ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യാൻ 3 രീതികളാണുള്ളത്. ഒന്ന് ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ, 2 സ്കൈ പ്രൊപ്പഗേഷൻ ആൻഡ് മൂന്നാമത്തത് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. അതിലാദ്യത്തേത് ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ. ഗ്രൗണ്ട് പ്രൊപ്പഗേഷനിൽ റേഡിയോ വേവ്സ് അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോർഷനിലൂടെയാണ് ട്രാവൽ ചെയ്യുക. അതായത് അറ്റ്മോസ്ഫിയറിനെ ജസ്റ്റ് ഒന്ന് തൊട്ടു എന്ന് തോന്നുന്ന രീതിയിലാണ് പാസ് ചെയ്യുക. അത് ഹഗ്ഗിങ് ദ എർത്ത് എന്ന് പറയും. അങ്ങനെയാണ് ഗ്രൗണ്ട് പ്രൊപ്പഗേഷനിൽ സിഗ്നൽ ട്രാവൽ ചെയ്യുക. ഇത് ലോ ഫ്രീക്വൻസി സിഗ്നലായിരിക്കും. കൂടാതെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് അത് എല്ലാ ഡയറക്ഷനിലേക്കും എമിറ്റ് ചെയ്യും. ഈ ലോ ഫ്രീക്വൻസി സിഗ്നൽസ് ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. ദെൻ ഡിസ്റ്റൻസ്. ഇതിൽ എത്രമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളത് സിഗ്നലിൻ്റെ പവറിനനുസരിച്ചാണ് ഉണ്ടാവുക. ഇത് എത്രത്തോളം പവർ സിഗ്നലിനുണ്ടോ അത്രയും ഡിസ്റ്റൻസ് കൂടും, ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ദെൻ സ്കൈ പ്രൊപ്പഗേഷനിൽ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് നേരെ അയണോസ്ഫിയറിൽ പോയി തട്ടും. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, മീസോസ്ഫിയർ അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടെന്നറിയാം. അങ്ങനെ ഒരു ലെയറാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ കുറേ അയോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലെയറാണ്. അപ്പോൾ നമ്മൾ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് എന്ത് ചെയ്തു, അയണോസ്ഫിയറിൽ തട്ടി. അപ്പോൾ അതിലെ അയോൺസിലൊക്കെ തട്ടിയിട്ട് അത് നേരെ എർത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇത്തരം ട്രാൻസ്മിഷനിൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഗ്രേറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന തരം ട്രാൻസ്മിഷനാണ് സ്കൈ പ്രൊപ്പഗേഷൻ. നെക്സ്റ്റ് ആണ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷനിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് ട്രാവൽ ചെയ്യുക. അതായത് ഒരു ആൻറ്റിനയിൽ നിന്ന് മറ്റൊരു ആൻറ്റിനയ്ക്ക്. അപ്പോൾ ആൻറ്റിനാസ് എങ്ങനെയായിരിക്കണം, ഫേസ് ടു ഫേസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അല്ലേ സ്ട്രെയിറ്റ് ലൈനിൽ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആൻറ്റിനാസ് എങ്ങനെയായിരിക്കണം, ഫേസിങ് ഈച്ച് അതർ ആയിരിക്കണം. ആൻറ്റിനാസ് ഡയറക്ഷണലായിരിക്കണം, ഫേസിങ് ഈച്ച് അതർ ആയിരിക്കണം, അത്യാവശ്യം ടോൾ ആയിരിക്കണം. പിന്നെ മാത്രമല്ല അത്യാവശ്യം ക്ലോസ് ആയിരിക്കണം. ആൻറ്റിനാസ് അടുത്തടുത്തായിരിക്കണം. എർത്തിൻ്റെ കർവേച്ചറിനെയൊന്നും അത് അഫക്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 3 പ്രൊപ്പഗേഷൻ മോഡ്സ്. ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹഗ്ഗിങ് ദ എർത്ത് ആണല്ലേ, ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഫിഗർ നോക്കിയാൽ കാണാം. അതുപോലെ സ്കൈ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മുടെ സെൻഡിങ് ആൻറ്റിനയിൽ നിന്ന് നേരെ അയണോസ്ഫിയറിൽ തട്ടിയിട്ട് അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എർത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് റിസീവിങ് ആൻറ്റിന റിസീവ് ചെയ്തോളും. ദെൻ അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷനാണ്. അതായത് ഫേസിങ് ഈച്ച് അതർ ആയിരിക്കണം ആൻറ്റിന. ആ ഫിഗറിൽ കാണുന്നുണ്ട് ആൻറ്റിനാസ് നിൽക്കുന്നത് ഫേസിങ് ഈച്ച് അതർ ആണല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ സിഗ്നൽ പാസ് ചെയ്തോളും. ദെൻ വയർലെസ് ട്രാൻസ്മിഷൻ 3 രീതിയിലാണ് വരുന്നത്: റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് വേവ്സ്. അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ബിറ്റ്വീൻ 3 kHz to 1 GHz ആണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. റേഡിയോ വേവ്സ് ഒമ്നി ഡയറക്ഷണലാണ്. അതായത് എല്ലാ ഡയറക്ഷനിൽ വേണേലും അത് പാസ് ചെയ്യും. ഒരു ആൻറ്റിന റേഡിയോ വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാ ഡയറക്ഷനിലും പ്രൊപ്പഗേറ്റ് ചെയ്യും. അത്തരം സിഗ്നൽസാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. സെൻഡിങ് ആൻഡ് റിസീവിങ് ആൻറ്റിന അപ്പം എങ്ങനെയായിരിക്കണം, അലൈൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം എല്ലാ ഡയറക്ഷനിലും പ്രൊപ്പഗേറ്റ് ചെയ്തോളും. അപ്പോൾ അലൈൻ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ദെൻ ഒരു സെൻഡിങ് ആൻറ്റിന ഒരു വേവ് സെൻഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ റിസീവിങ് ആൻറ്റിനയ്ക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അവിടെ ഒരു അലൈൻമെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ദെൻ ഒമ്നി ഡയറക്ഷണൽ പ്രോപ്പർട്ടിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഒരു ആൻറ്റിന റേഡിയോ വേവ് ട്രാൻസ്മിറ്റ് ചെയ്തു, അതിന് ഇൻ്റർഫെറൻസിനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, ഒമ്നി ഡയറക്ഷണലാണ്. എല്ലാ ഡയറക്ഷനിലും പാസ് ചെയ്യുമ്പോൾ അവിടെ ഇൻ്റർഫെറൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വേറൊരു ആൻറ്റിന സെയിം ഫ്രീക്വൻസി ബാൻഡിൽ വരുന്ന ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം സെൻഡ് ചെയ്ത ആ റേഡിയോ വേവ്സിന് ഇൻ്റർഫിയർ ചെയ്യാൻ
സാധ്യതയുണ്ട്. അപ്പോൾ ഇൻ്റർഫെറൻസിന് കൂടുതൽ സാധ്യത ഉണ്ട് ഈ ഒരു ഒമ്നി ഡയറക്ഷണൽ പ്രോപ്പർട്ടി കാരണം. ഓക്കെ, ദെൻ റേഡിയോ വേവ്സ്, particularly those waves that propagate in the sky mode, can travel long distance. സ്കൈ മോഡിലാണ് റേഡിയോ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. കൂടാതെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയും റേഡിയോ വേവ്സിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് ഡിസ്റ്റൻസ് ബ്രോഡ്കാസ്റ്റിംഗ് സച്ച് ആസ് AM റേഡിയോ, അതിനൊക്കെ റേഡിയോ വേവ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. നല്ല പോസിബിലിറ്റിയാണ്. ദെൻ റേഡിയോ വേവ്സ് particularly those of low and medium frequencies can penetrate walls. അപ്പോൾ റേഡിയോ വേവ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ലോ ആൻഡ് മീഡിയം ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സിന് എന്ത് ചെയ്യാൻ സാധിക്കും? വാൾ പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ചുമര് തുറന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ക്യാപ്പബിലിറ്റി റേഡിയോ വേവിന് ഉണ്ട്. ഒരു ചുമരുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും റേഡിയോ വേവിന്. Then radio waves use omnidirectional antenna that send out signals in all direction. അപ്പോൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്ന ആൻറ്റിനാസ് എങ്ങനെയായിരിക്കും? ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിന ആയിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ അതിന് എല്ലാ ഡയറക്ഷനിലും സിഗ്നലിനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ, സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നത് ഒമ്നി ഡയറക്ഷണൽ ആൻറ്റിനാസ് ആണ്. Then electromagnetic waves having frequencies between 1 and 300 GHz. 1 GHz-നും 300 GHz-നും ഇടയിൽ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറയുന്ന പേരാണ് മൈക്രോവേവ്സ് എന്ന്. മൈക്രോവേവ്സിൻ്റെ പ്രത്യേകത അത് യൂണി ഡയറക്ഷണലാണ്, ഒറ്റ ഡയറക്ഷനിൽ മാത്രം, യൂണി ഡയറക്ഷണൽ. സെൻഡിങ് ആൻഡ് റിസീവിങ് ആൻറ്റിനാസ് എങ്ങനെയായിരിക്കണം? യൂണി ഡയറക്ഷണൽ ആകുമ്പോൾ അലൈൻ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒമ്നി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ആകുമ്പോൾ അലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ യൂണി ഡയറക്ഷണൽ ആകുമ്പോൾ റിസീവിങ് ആൻഡ് സെൻഡിങ് ആൻറ്റിന എങ്ങനെയായിരിക്കണം? അലൈൻ ചെയ്യണം. കൂടാതെ യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഒരു പെയർ ഓഫ് ആൻറ്റിന അങ്ങനെ അലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി? സിഗ്നൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സെൻഡ് ചെയ്യാം, അല്ലേ? മറ്റത് റിസീവ് ചെയ്തോളും. അപ്പോൾ അവിടെ ഒരു ഇൻ്റർഫറൻസിനുള്ള സാധ്യത ഇല്ല. വേറൊരു അലൈൻഡ് ആൻറ്റിനയായിട്ടുള്ള ഒരു ഇൻ്റർഫറൻസ് അവിടെ വരില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ദെൻ മൈക്രോവേവ് പ്രൊപ്പഗേഷൻ ഈസ് എ ലൈൻ ഓഫ് സൈറ്റ്. മൈക്രോവേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് മോഡിൽ വരുന്നതാണ്. ദെൻ ഹൈ ഫ്രീക്വൻസി മൈക്രോവേവ്സിന് എന്ത് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്? വാൾ പെനിട്രേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് മൈക്രോവേവ്, ഹൈ ഫ്രീക്വൻസി മൈക്രോവേവിന്. ഓക്കെ, പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. റിസീവർ ബിൽഡിങ്ങിനകത്താണെങ്കിൽ പെനിട്രേറ്റ് ചെയ്യില്ലല്ലോ, വാൾ പെനിട്രേറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ റിസീവർ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ റിസീവറിന് റിസീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം വാൾ പെനിട്രേറ്റ് ചെയ്യില്ലല്ലോ, വാളിൻ്റെ അപ്പുറത്തേക്ക് പോവില്ലല്ലോ വേവ്. അപ്പോൾ റിസീവർ ബിൽഡിങ്ങിനകത്താണെങ്കിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ മൈക്രോവേവിന് ആവശ്യമുള്ളതൊരു യൂണി ഡയറക്ഷണൽ ആൻറ്റിനയാണ്. കാരണം മൈക്രോവേവ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണി ഡയറക്ഷണൽ ആൻറ്റിനയാണ് വേണ്ടത്. മൈക്രോവേവ് കമ്മ്യൂണിക്കേഷനിൽ 2 തരം ആൻറ്റിനാസ് ഉപയോഗിക്കാറുണ്ട്. ഒന്ന് പാരാബോളിക് ഡിഷ് ആൻറ്റിനയും ഒന്ന് ഹോൺ ആൻറ്റിനയും. പാരാബോളിക് എന്നുള്ള ആ ഒരു ഡിഷ് ആൻറ്റിന എന്ന് പറയുമ്പോൾ ആ ഒരു ഷേപ്പിൽ, ആ ഒരു ജോമെട്രിക് ഷേപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ആ ഡിഷ് ആൻറ്റിന. ഇതാണ് പാരാബോളിക് ഡിഷ് ആൻറ്റിന ആദ്യത്തേത്. രണ്ടാമത്തേത് ഹോൺ ആൻറ്റിന. രണ്ടിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഫ്രാറെഡ് വേവ്സ്. ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 300 GHz-നും 400 THz-നും ഇടയിലാണ്. ഓക്കെ, അത്തരം വേവ്സാണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1 mm to 770 nm ആണ്. കൂടാതെ അത് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യാം. ലോങ് റേഞ്ച് അല്ല, ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനിൽ നല്ല എബിലിറ്റി ഉള്ളതാണ് ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത്. ദെൻ ഹൈ ഫ്രീക്വൻസിയുള്ള ഇൻഫ്രാറെഡ് വേവ്സിന് വാൾ പെനിട്രേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്രീക്വൻസിയുള്ള ഇൻഫ്രാറെഡ് വേവ്സിന് വാൾ പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇൻ്റർഫറൻസിനുള്ള, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്കുള്ള ഇൻ്റർഫറൻസ് പ്രിവെൻറ്റ് ചെയ്തോളും. വാൾ പെനിട്രേറ്റ് ചെയ്ത് പോവില്ലല്ലോ. A short range communication system in one room cannot be affected by another system in the next room. അതായത് ഒരു റൂമിനകത്ത് വരുന്ന ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഒരു റൂമിനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ മറ്റൊരു റൂമിൽ വരുന്ന കമ്മ്യൂണിക്കേഷനെ അഫക്റ്റ് ചെയ്യില്ല, ഇൻ്റർഫിയർ ചെയ്യില്ല. കാരണം ഒരു റൂമിനകത്ത് മാത്രമേ അത് ഒതുങ്ങിക്കൂടുള്ളൂ. ആ ഒരു റൂം വിട്ട് ആ ഒരു ചുമരിനപ്പുറത്തേക്ക് അതെന്ത് ചെയ്യില്ല, കടക്കില്ല, അല്ലേ? അപ്പോൾ അതിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദെൻ ഇത് യൂസ് ചെയ്യുന്നത്
ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷനിൽ യൂസ്ലെസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷനാണ് യൂസ് ചെയ്യുക. ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ അത് യൂസ്ലെസ് ആണ്. പിന്നെ ഒരു ബിൽഡിങ്ങിന് പുറമേക്ക് നമുക്ക് ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സൺ റേസിൽ ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സ് ബിൽഡിങ്ങിന് പുറത്തേക്ക്, അതായത് സൺലൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷനിൽ ഇൻ്റർഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം സൺലൈറ്റിലെ ഇൻഫ്രാറെഡ് വേവ്സും നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫ്രാറെഡ് വേവ്സും കൂടെ ഇൻ്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയാണ് അൺഗൈഡഡ് മീഡിയ.